മൈസൂർ പാക്കിൽ പാകിസ്ഥാൻ റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലഹാരത്തിന്റെ പേര് മൈസൂർ ശ്രീ എന്ന് മാറ്റിയത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പേരുമാറ്റത്തിന് കാര്യം. മൈസൂർ പാക്കിന്റേത് മാത്രമല്ല, ജയ്പൂരിൽ നിരവധി പലഹാരങ്ങളുടെ പേര് മാറ്റിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മൈസൂർ പാക്ക് മൈസൂരിലെ ഒരു തനത് മധുര പലഹാരമാണ്. പേര് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വിഭവം ആദ്യമായി തയ്യാറാക്കിയ വ്യക്തിയുടെ കൊച്ചുമകൻ നടരാജ്. മൈസൂർ കൊട്ടാരത്തിലെ രാജാവ് കൃഷ്ണരാജ് വാഡിയാർ നാലാമന്റെ ഭരണകാലത്തായിരുന്നു മൈസൂർ പാക്ക് ആദ്യമായി ഉണ്ടാക്കിയത്. അന്ന് കൊട്ടാരത്തിലെ പാചകക്കാരനായിരുന്ന കാക്കാസുര മാഡഭയായിരുന്നു മൈസൂർ പാക്ക് തയ്യാറാക്കുന്നത്. ഈ പലഹാരത്തെ മൈസൂർ പാക്ക് എന്ന് മാത്രമേ വിളിക്കാവൂ. നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഇതിന് മറ്റൊരു പേര് സങ്കല്പിക്കാൻ കഴിയില്ല, നടരാജ് വ്യക്തമാക്കി. പാക്ക എന്ന കന്നഡയിലെ വാക്കിൽ നിന്നാണ് മൈസൂർ പാക്ക് എന്ന് പലഹാരം പേര് വന്നത്. പാക്ക എന്നാൽ കന്നഡയിൽ പഞ്ചസാര ലായിനി എന്നാണ് അർത്ഥം. മൈസൂരിൽ നിർമ്മിച്ച മധുര പലഹാരം എന്ന നിലയിലാണ് മൈസൂർ പാക്ക് എന്ന് പേര് വന്നത്, നടരാജ് പറഞ്ഞു. മൈസൂർ പാക്ക് വെറും ഒരു മധുര പലഹാരം മാത്രമല്ലെന്നാണ് ഇതേ കുടുംബത്തിലെ 4ാം തലമുറയിലെ അംഗമായ സുമേഗും പറയുന്നത്. മൈസൂരിനെയും കർണാടകയെയും സംബന്ധിച്ച് ഈ പലഹാരം ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലപ്പൊടി, പഞ്ചസാര, നെയ്യ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മധുര പലഹാരമാണ് ഇത്. വളരെ മൃദുവും സ്വാദിഷ്ടവുമാണ്. ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ജനപ്രിയവും പ്രധാനപ്പെട്ടതുമായ പലഹാരം കൂടിയാണ് മൈസൂർ പാക്ക്.